കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം പങ്കിടുവാൻ സർവകൃപാലുവായ കർത്താവ് തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. എന്തെല്ലാം സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളിൽ ജീവിക്കുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇന്ന് പകൽക്കാലം ഈ നല്ല പ്രഭാതത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ദൈവത്തിൻ്റെ വചനം. ഈ വിഷയമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9 എപ്പിസോഡുകളായി നാം തുടർച്ചയായി ഈ വചനം ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ 10ാമത്തെ ഭാഗത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം എന്നുള്ള വിഷയത്തോട് അനുബന്ധിച്ച് ഇത് നാം ചിന്തിക്കുന്നത് ദൈവവചനം വിശ്വാസയോഗ്യമോ, അതിൻ്റെ 3ാം ഭാഗം. ദൈവവചനം വിശ്വാസയോഗ്യമോ. നമുക്കൊരു വാക്യം ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2ാം ലേഖനം 2ാം അധ്യായം 13ാമത്തെ വാക്യം. പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2ാം ലേഖനം 2ാം അധ്യായം 13ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? നാം അവിശ്വസ്തരായി തീർന്നാലും അവിടുന്ന് വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവിടുത്തേക്ക് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകും. അപ്പൊ ദൈവത്തിന്റെ വചനം വിശ്വാസയോഗ്യമോ? നമ്മൾ വായിച്ച വാക്യം സുപ്രധാനമായ വാക്യമാണ്. നാം അവിശ്വസ്തരായി തീർന്നാലും അവിടുന്ന് വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവിടുത്തേക്ക് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ കൊടികുത്തി വാഴുന്ന ഒരു ലോകത്തിലാണല്ലോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. തിരുവചനം പറയുന്നു, അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും എന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചതുപോലെയുള്ള ഒരു കാലഘട്ടം. സത്യത്തെ കാൽ കൊണ്ട് തട്ടിക്കളയുന്ന ഒരു തലമുറ, അസത്യത്തിന് ദാസ്യവേല ചെയ്യുന്ന മനുഷ്യൻ, തിരുവചന സത്യങ്ങളെ പലപ്പോഴും തൻ്റെ പുറകിൽ എറിഞ്ഞ് കളഞ്ഞിരിക്കുന്നു. വിദ്യാസമ്പന്നന്മാരെന്ന് അഭിമാനിക്കുന്നവർ പോലും ഇന്ന് പലപ്പോഴും പല അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ പിടിയിലാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. തിരുവചനം എന്താ പറയുന്നത്? പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2ാം ലേഖനം 2ാം അധ്യായം 13ാമത്തെ വാക്യം. നാം അവിശ്വസ്തരായി തീർന്നാലും അവിടുന്ന് വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവിടുത്തേക്ക് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം വിശ്വാസയോഗ്യമാണ്. എന്നാൽ ചരിത്രവും ശാസ്ത്രവും ഒക്കെ പഠിച്ചാൽ ചരിത്രവും ശാസ്ത്രവും ഒക്കെ ഒരുപോലെ സമ്മതിക്കുന്ന ഒരു പരമാർത്ഥമുണ്ട്: ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യമാണ്. തിരുവചനത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ചരിത്രം തന്നെയാണ്. അപ്പൊ ലോകത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് തിരുവചനത്തിൻ്റെ ചരിത്രം തന്നെയാണ്. അപ്പൊ നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ മറ്റേത് മതഗ്രന്ഥങ്ങളെക്കാളും കൃത്യമായി ചരിത്രം ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം. വിശുദ്ധ വേദപുസ്തകത്തിലെ അതിപ്രധാനമായ പുസ്തകങ്ങളിൽ ഒന്നാണ് ദാനിയേൽ പ്രവചനം. അതിൻ്റെ കാരണം ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രവും ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ദാനിയേൽ പ്രവചനം പഠിച്ചു കഴിഞ്ഞാൽ ദാനിയേൽ പ്രവചനം 2ാം അധ്യായത്തിൽ ബാബിലോണിയൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ചും ഈ നെബൂഖദ്നേസർ രാജാവിന് നൽകിയ ദർശനത്തിലൂടെ ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രവും വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം വേദപുസ്തകത്തിലെ അതിപ്രധാനമായ ഒരു പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. അതിൻ്റെ 2ാം അധ്യായം ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രവും രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായമാണ്. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കും. ദാനിയേൽ പ്രവചനം 2ാം അധ്യായം
ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ, നെബൂഖദ്നേസർ രാജാവിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു, അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. അപ്പൊ ദൈവം ലോകത്തിന്റെ മുഴുവൻ ചരിത്രവും വെളിപ്പെടുത്താൻ പോവുകയാണ്. നാം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു, അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. അപ്പൊ എന്ത് സ്വപ്നമാണ് നെബൂഖദ്നേസർ രാജാവ് കണ്ടത്? ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേൽ 2, 31 മുതൽ 35 വരെ. അവിടെ എന്താ വായിക്കുന്നത്? രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തെ പൊടി പോലെ, വേനൽക്കാലത്തെ കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. കാറ്റവയെ എങ്ങും തങ്ങാതെ വണ്ണം പറപ്പിച്ചുകൊണ്ട് പോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി വളർന്ന് ഭൂമിയിലൊക്കെ നിറഞ്ഞു. ഇതത്രേ സ്വപ്നം. അപ്പൊ നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നമാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ ഈ സ്വപ്നത്തിന്റെ അർത്ഥം രാജാവിന് വിശദമാക്കി കൊടുക്കുകയാണ്. അപ്പൊ രാജാവിന് ദൈവം കൊടുത്ത സ്വപ്നം ഒരു വലിയ ചരിത്ര സത്യമാണ്. ലോകത്തിന്റെ ചരിത്രത്തെയാണ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. എന്താണ് ദാനിയേൽ രാജാവിന് വെളിപ്പെടുത്തി കൊടുത്ത അർത്ഥം? ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 38 മുതൽ 44 വരെ. ദാനിയേൽ 2, 38 മുതൽ 44 വരെ. അവിടെ എന്താ വായിക്കുന്നത്? പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ, തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും താമ്രം കൊണ്ടുള്ള 3-മതൊരു രാജ്യത്വവും ഉത്ഭവിക്കും. 4-മത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അത് ഈ സാമ്രാജ്യങ്ങളെയൊക്കെയും തകർത്ത് കളയും. കാലും കാൽവിരലും പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. ഇനി കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ രാജ്യത്വമൊട്ട് ബലമുള്ളതും ഒട്ടുടഞ്ഞു പോകുന്നതുമായിരിക്കും. ഇരുമ്പും കളിമണ്ണും തമ്മിൽ ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു കാലത്ത് നശിച്ചു പോകാത്ത ഒരു നിത്യരാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളൊക്കെ തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ദാനിയേൽ വിശദമാക്കി കൊടുക്കുകയാണ്. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ. ഇനി തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും സർവഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള 3-മതൊരു രാജ്യത്വം ഉത്ഭവിക്കും. 4-മത്തെ രാജ്യത്ത് ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. അപ്പൊ 4 ലോക സാമ്രാജ്യങ്ങൾ ചരിത്രത്തിൽ ഉദയം ചെയ്യുമെന്ന ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം നെബൂഖദ്നേസർ രാജാവിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ രാജ്യത്വങ്ങളുടെ പ്രത്യേകതയൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? കാലും കാൽവിരലും പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. അപ്പൊ ഇവിടെ നമ്മൾ ലോക ചരിത്രം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്ത് കാണാൻ സാധിക്കും? നെബൂഖദ്നേസർ രാജാവ് തന്റെ സ്വപ്നത്തിൽ കണ്ടതുപോലെ ലോകത്തെ ഒരു കുടക്കീഴിലാക്കി ഭരിച്ച 4 ലോക സാമ്രാജ്യങ്ങൾ ഇവിടെ ഉടലെടുത്തതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏതൊക്കെയായിരുന്നു ആ ലോക സാമ്രാജ്യങ്ങൾ? നമ്മളിവിടെ 4 ലോഹങ്ങളെ കാണുന്ന പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, പിന്നെ ഇരുമ്പും കളിമണ്ണും. അപ്പൊ 4 ലോക സാമ്രാജ്യങ്ങൾ അത് ഏതൊക്കെയായിരുന്നു?
ആ ലോക സാമ്രാജ്യങ്ങൾ BC 606 മുതൽ BC 538 വരെ ലോകത്തെ ഭരിച്ച ബാബിലോണിയൻ സാമ്രാജ്യം. അതാണ് തങ്കം കൊണ്ടുള്ള തല. പിന്നീട് BC 538 മുതൽ BC 331 വരെ ലോകത്തെ ഭരിച്ച മേദ്യ പേർഷ്യ സാമ്രാജ്യം. അതാണ് വെള്ളി കൊണ്ടുള്ള നെഞ്ചിൻ കൈ. പിന്നീട് BC 331 മുതൽ BC 168 വരെ ലോകത്തെ ഭരിച്ച അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീക്ക് സാമ്രാജ്യം. അതാണ് താമ്രം കൊണ്ടുള്ള വയറും അരയും. പിന്നീട് BC 168 മുതൽ AD 476 വരെ ലോകത്തെ ഭരിച്ച റോമ സാമ്രാജ്യം. അതാണ് ഇരുമ്പ് കൊണ്ടുള്ള തുട സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 4 ലോക സാമ്രാജ്യങ്ങൾ ലോകം ഭരിക്കുവാനായിട്ടിടയായി. എന്നാൽ AD 476 ശേഷം എന്ത് സംഭവിച്ചു? റോമ സാമ്രാജ്യം ഛിന്ന ഭിന്നമായി പിരിഞ്ഞു 10 രാജ്യങ്ങളായി തീർന്നു. അപ്പൊ ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ ഈ രാജാക്കന്മാർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്താണ് സ്വർഗസ്ഥനായ ദൈവം ഒരു കാലത്ത് നശിച്ചു പോകാത്ത തരം നിത്യരാജ്യത്വം ഇവിടെ സ്ഥാപിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ചരിത്രം പരിശോധിച്ചാൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിൽ ബിംബത്തിന്റെ കാലിൽ 10 വിരലുകൾ ഉണ്ടായിരുന്നത് പോലെ റോമ സാമ്രാജ്യം ഛിന്ന ഭിന്നമായിട്ട് 10 പിരിഞ്ഞു. ഇന്ന് കാണുന്ന ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, പോർച്ചുഗൽ, റഷ്യ, ഇറ്റലി, ഗ്രീസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് റോമ സാമ്രാജ്യം ഛിന്ന ഭിന്നമായിട്ട് പോയി. ദൈവത്തിന്റെ സ്തോത്രം. തിരുവചനം എത്ര വിശ്വാസയോഗ്യമാണ്. അവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു കാലത്ത് നശിച്ചു പോകാത്ത തൻ്റെ രാജ്യത്വം ഇവിടെ സ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ BC 606 മുതൽ BC 538 വരെ ലോകത്തെ ഭരിച്ച ബാബിലോണി സാമ്രാജ്യം കടന്നുപോയി. BC 538 മുതൽ 331 വരെ ലോകത്തെ ഭരിച്ച മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം കഴിഞ്ഞുപോയി. BC 331 മുതൽ BC 168 ലോകത്തെ ഭരിച്ച ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കാലഘട്ടം കഴിഞ്ഞുപോയി. BC 168 മുതൽ AD 476 വരെ ഭരിച്ച റോമ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. പിന്നീട് എന്താ കാണുന്നത്? 476 ശേഷം റോമ സാമ്രാജ്യം ഛിന്ന ഭിന്നമായിട്ട് 10 പിരിഞ്ഞു. ഇന്ന് കാണുന്ന യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് മാറി. എന്നിട്ട് വചനം പറയാണ്, ഈ രാജാക്കന്മാരുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ റോമ സാമ്രാജ്യം 10 പിരിഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന കൈ തൊടാതെ പറഞ്ഞു വരുന്ന കല്ല്, യുഗങ്ങളുടെ പാറ, ഈ സാമ്രാജ്യങ്ങളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് തൻ്റെ രാജ്യത്വം ഇവിടെ സ്ഥാപിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ തിരുവചനം എത്ര വിശ്വാസയോഗ്യമാണ്. ലോകത്തിന്റെ ചരിത്രം മുഴുവൻ ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നു. തന്നെയുമല്ല, ശാസ്ത്ര സത്യങ്ങളുടെ കലവറ കൂടെയാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ശാസ്ത്രം ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ പല കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ അത് അപ്രകാരമാണെന്ന് തിരിച്ചറിയുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവയൊക്കെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്ന ഘടകം ഏതാണെന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. പല ശാസ്ത്രജ്ഞന്മാർക്കും അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളായിരുന്നു. എന്നാൽ നാം രക്തമെന്ന് വിളിക്കുന്ന അത്ഭുത ദ്രാവകമാണ് മനുഷ്യ ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്നത് എന്ന് ഈ അടുത്ത കാലത്ത് ശാസ്ത്രം കണ്ടുപിടിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആ രക്തത്തെ ഹൃദയമാണ് പമ്പ് ചെയ്യുന്നതെന്നും അങ്ങനെയാണ് മാംസത്തിന് ജീവൻ ഉണ്ടാകുന്നതെന്നും ശരീരത്തിന് ചലനശേഷി ഉണ്ടാകുന്നതൊക്കെ ശാസ്ത്രം കണ്ടെത്തി. എന്നാൽ ശാസ്ത്രം ഇത് കണ്ടെത്തുന്നതിനും എത്രയോ നാളുകൾക്ക് മുമ്പ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ലേവ്യ 17:11 ഇങ്ങനെ വായിക്കുന്നു: മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. ശാസ്ത്രം കണ്ടെത്തിയിട്ട് നാളുകളായിട്ടേ ഉള്ളൂ. എന്നാൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം വിശ്വാസയോഗ്യമാണ്. അപ്പൊ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ വിശ്വസിച്ചിരുന്ന ധാരാളം ശാസ്ത്രജ്ഞന്മാരുണ്ട്. അത്തരം ശാസ്ത്രജ്ഞൻ ഒരാളായിരുന്നു സർ ഐസക് ന്യൂട്ടൻ. ഒരു ദിവസം
ഐസക് ന്യൂട്ടൻ ദൈവവചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? രഥങ്ങൾ തെരുക്കളിൽ ചടുചടച്ചാടുന്നു, വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെ പോലെ അവയെ കാണുന്നു, അവ മിന്നൽ പോലെ ഓടുന്നു. അദ്ദേഹം എന്താ വായിച്ചത്? രഥങ്ങൾ തെരുക്കളിൽ ചടുചടച്ചാടുന്നു, എന്നിട്ടോ വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു, അവ തീപ്പന്തങ്ങളെ പോലെ കാണുന്നു, അവ മിന്നൽ പോലെ ഓടുന്നു. ഈ വേദഭാഗം വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ആശയം ഉണ്ടായി. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്ന അദ്ദേഹം ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി: സമീപ ഭാവിയിൽ തന്നെ 40 മൈൽ വേഗതയിൽ മനുഷ്യൻ വാഹനത്തിൽ സഞ്ചരിക്കുമെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. ഒരു വാഹനങ്ങളും കണ്ടെത്താതിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ്, വേദപുസ്തകത്തിലെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രസ്താവനയാണ്, 40 മൈൽ വേഗതയിൽ മനുഷ്യൻ വാഹനത്തിൽ സഞ്ചരിക്കുന്ന കാലം വരാൻ പോകുന്നു. അപ്പൊ ഈ പ്രസ്താവന വായിച്ച നിരീശ്വരവാദിയായിരുന്ന വോൾട്ടയർ എന്തു പറഞ്ഞു? ഐസക് ന്യൂട്ടനെ പോലെയുള്ള ധനന്മാരെ വേദപുസ്തകം എത്ര മൂഢന്മാരാക്കിയിരിക്കുന്നു. മനുഷ്യൻ കാറ്റിനെതിരെ 40 മൈൽ വേഗതയിൽ സഞ്ചരിച്ചാൽ അവൻ ഹൃദയം പൊട്ടി മരിച്ചു പോകുമെന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? പ്രിയമുള്ളവരെ, ഇന്ന് 200-ഉം 250-ഉം കിലോമീറ്റർ വേഗതയിൽ പായുന്ന വാഹനങ്ങൾ, ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ പായുന്ന സൂപ്പർസോണിക് വിമാനങ്ങളും ഒക്കെ ഉള്ള ഈ കാലഘട്ടം, നാം ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ആര് പറഞ്ഞതാണ് ശരിയായി തീർന്നത്? നിരീശ്വരവാദിയായിരുന്ന വോൾട്ടയർ പറഞ്ഞതോ തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്ന ഐസക് ന്യൂട്ടൻ പറഞ്ഞതോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം എത്ര വിശ്വാസ യോഗ്യമാണ്. ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്ന പല ആരോഗ്യ പരിപാലന തത്വങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം അതൊക്കെ അനുസരിക്കേണ്ടതിനെ സംബന്ധിച്ചും വചനം വ്യക്തമായിട്ട് നമ്മെ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം. പുറപ്പാട് 15:26. അവിടെ എന്താ വായിക്കുന്നത്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവിടുത്തേക്ക് പ്രസാദമുള്ളത് ചെയ്യുകയും അവിടുത്തെ കൽപ്പനകളെ അനുസരിച്ച് അവിടുത്തെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. അവിടെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് എന്നിട്ടോ അവിടുത്തേക്ക് പ്രസാദമുള്ളത് ചെയ്യുകയും അവിടുത്തെ കൽപ്പനകളെ അനുസരിച്ച് അവിടുത്തെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം ഒരു കാര്യം പറയുന്നുണ്ട്, മിസ്രൈമ്യർക്ക് ദൈവം വരുത്തിയ ഒത്തിരി വ്യാധികളുണ്ട്, അവിടെ വന്ന ഒത്തിരി ബാധകളുണ്ട്, ഒത്തിരി വ്യാധികളുണ്ട്. ഇതൊന്നും നാം ദൈവത്തിന്റെ വചനം അനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടന്നാൽ നമുക്ക് വരുത്തുകയില്ല. ദൈവത്തിന്റെ വചനം നമുക്ക് വാക്ക് നൽകുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന പല ആരോഗ്യ പരിപാലന തത്വങ്ങളുമുണ്ട്. ഓക്കെ, നമുക്കറിയാം, പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് സാംക്രമിക രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ എല്ലാ വീടുകൾക്കും ശൗചാലയം നിർമ്മിക്കുവാനായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നത്. എന്നാൽ വേദപുസ്തകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ സത്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ആവർത്തനം 23 അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, ആവർത്തനം 23-ന്റെ 12 മുതൽ 14 വരെ. അവിടെ എന്താ വായിക്കുന്നത്? ബാഹ്യത്തിന് പോകുവാൻ നിനക്കൊരു സ്ഥലം പാളയത്തിന് പുറത്തുണ്ടായിരിക്കണം, നിന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ നിനക്കൊരു പാരയും ഉണ്ടായിരിക്കണം. ബാഹ്യത്തിനിരിക്കുമ്പോൾ അതിനാൽ കുഴിച്ച്
നിന്റെ വിസർജനം മൂടിക്കളയണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്കേൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവിടുന്ന് നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. അപ്പൊ വചനം എന്താ പറയുന്നത്? ബാഹ്യത്തിന് പോകുവാൻ നിനക്കൊരു സ്ഥലം പാളയത്തിന് പുറത്തുണ്ടായിരിക്കുകയാണ്. അപ്പൊ ബാഹ്യത്തിന് പോകേണ്ടതിന് ദൂരെ പാളയത്തിന് പുറത്താണ്. നിന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ പാരയുണ്ടായിരിക്കണം. അതിനാൽ ബാഹ്യത്തിനിരിക്കുമ്പോൾ നിന്റെ വിസർജനം കുഴിച്ച് മൂടിക്കളയണം. അതിന്റെ കാരണം കൂടെ പറയുന്നുണ്ട്. സാംക്രമിക രോഗങ്ങൾ പകരുമെന്നുള്ളത് മാത്രമല്ല, നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്കേൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവിടുന്ന് നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കും. അപ്പൊ നമ്മുടെ വീടും പരിസരവും ഒക്കെ വളരെ ശുദ്ധിയുള്ളതായിരിക്കണം. മുറ്റത്ത് നിന്ന് മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. വീടിന്റെ പരിസരത്തൊന്നും അത്തരം വൃത്തികേടുകൾ കാണാൻ പാടില്ല. കാരണം എന്താണ്? നിന്റെ ദൈവമായ യഹോവ നിന്റെ പാളയത്തിന്റെ മധ്യം നടക്കുമ്പോൾ അവിടെ വൃത്തികേട് കണ്ടിട്ട് നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. അപ്പൊ നമ്മുടെ വീടും നമ്മുടെ വീടിന്റെ പരിസരവും ഒക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കുഞ്ഞുങ്ങളെ ഇരുത്തി മൂത്രം ഒഴിപ്പിക്കുക, കുഞ്ഞുങ്ങൾ അപ്പി എഴുന്നെടുത്ത് മുറ്റത്തോട്ട് എറിയുക, വീടും പരിസരമൊക്കെ അലങ്കോലമാക്കി ഇടുക, ഇതൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ തിരുവചനം എത്ര വിശ്വാസയോഗ്യമാണ്. അപ്പൊ സാംക്രമിക രോഗങ്ങൾ പടരുന്നത് കൂടാതെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാകണമെങ്കിൽ പാളയം വിശുദ്ധിയുള്ളതായിരിക്കണം. അപ്പൊ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം എത്ര വിശ്വാസയോഗ്യമാണ്. തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. തിമോഥെയോസിന്റെ 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. നാം അവിശ്വസ്തരായി തീർന്നാലും അവിടുന്ന് വിശ്വസ്തനായി പാർക്കുന്നു. അവിടുത്തെ സ്വഭാവം ത്യജിക്കുവാൻ അവിടുത്തേക്ക് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. അപ്പൊ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം എന്താണ്? വിശ്വാസ യോഗ്യമാണ്. പ്രിയമുള്ളവരെ, ചരിത്ര സത്യങ്ങളും ശാസ്ത്ര സത്യങ്ങളും ഇതുപോലെ ഉൾക്കൊള്ളുന്നൊരു പുസ്തകം ലോകചരിത്രം കണ്ടിട്ടില്ല. നമ്മുടെ ദൈവത്തിന്റെ വചനം ശാസ്ത്ര സത്യങ്ങളും ചരിത്ര സത്യങ്ങളും എല്ലാ സത്യങ്ങളും ഉൾക്കൊള്ളുന്ന തിരുവചനമാണ്. ഈ തിരുവചനത്തെ ദിനംതോറും വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, അതിൻ്റെ വെളിച്ചത്തിൽ നിത്യജീവൻ അവകാശികളായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് കേട്ട തിരുവചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം വായിച്ച് ധ്യാനിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ജീവിതങ്ങളെ ക്രമീകരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. ദൈവത്തിന്റെ വചനം വിശ്വാസയോഗ്യമോ? കർത്താവേ, ചരിത്രവും ശാസ്ത്രവും എല്ലാം ഉൾക്കൊള്ളുന്ന അവിടുത്തെ വചനം എത്ര വിശ്വാസയോഗ്യമാണെന്ന് അടിയങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് മനുഷ്യൻ ദൈവവചനത്തിന് പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ അടിയങ്ങൾ ദൈവവചനത്തിലേക്ക് കടന്നു വരുവാൻ, വചനത്തിനനുസരിച്ചൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ, അവിടുന്ന് അടിയങ്ങൾക്കായി ഒരുക്കുന്ന നിത്യരാജ്യത്തിന് അടിയങ്ങൾ അവകാശികളായി തീരുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, കടബാധ്യതകളാൽ ഭാരപ്പെടുന്നവരുണ്ട്, മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ജീവിതത്തിൽ നിരാശയിൽ ആണ്ടുപോയ പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, മക്കളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവൻ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നീറിപ്പുകയുന്ന അനേക പ്രിയപ്പെട്ടവർ അടിയനെ കേൾക്കുന്നുണ്ടല്ലോ. എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും അടിയങ്ങൾ അവിടുത്തോട് യാചിക്കുന്നു. കർത്താവെ, അവിടുന്ന് സകല പ്രശ്നങ്ങൾക്കും നല്ല പരിഹാരകനായിരിക്കാൻ സ്തോത്രം. പ്രിയമക്കളുടെ സകല വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ കരം ശക്തമായിട്ട് വ്യാപരിക്കണമേ. അടിയങ്ങൾ കേട്ട വചനത്തിനനുസരിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏറ്റവും താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ് ഹിന്ദ് ചാനലിലുള്ള സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോടും പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ വചനത്തിൽ വളരുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും
ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ വഴി നിർത്തുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ സത്യസഭ എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തും. ദൈവത്തിന് ഒരു സഭയുണ്ടോ? ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും സത്യസഭകളാണോ? ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ സത്യസഭയ്ക്ക് ബാധകമല്ലേ? സത്യസഭ ദൈവകൽപ്പനകൾ മാറിപ്പോയി എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടമാണോ? സത്യസഭയിലേക്ക് ദൈവം തെളിച്ചിട്ടിരിക്കുന്ന വഴി ഏതാണ്? തുടങ്ങി സത്യസഭയെക്കുറിച്ച് നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9747097977. നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 9747097977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം നിങ്ങളെ പരിചയപ്പെടുത്തും. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചനാടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം തികച്ചും സൗജന്യമായിട്ട് നൽകുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 9747097977. ഒരിക്കൽ കൂടെ പറയാം, 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9168433122 9747097977.